ഈ ഇവിടുത്തെ ഈ കാവല് ഈ സ്ഥലത്ത് ജൈവവിധ പഠനത്തിന് കഴിക്കാൻ നമ്മൾ പക്ഷേ നഷ്ടപ്പെടും. പൊരിച്ചാലും പിടിക്കട്ടെ. എണ്ണ നിങ്ങളെ എണ്ണ പിടിച്ചോളൂ. ആദ്യം കയ്യിനെ നിയന്ത്രിക്കണം, പിന്നെ മനസ്സ് കണ്ണിനെ നിയന്ത്രിക്കണം, പിന്നെ ചെവിയെ നിയന്ത്രിക്കണം. അപ്പോൾ മനസ്സ് നിയന്ത്രിക്കപ്പെടും. ഇതിനൊക്കെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ മനസ്സ് നന്നാവും. അപ്പോൾ ഒന്നും എടുക്കാതൊന്ന് നോക്കുക. നോക്കിക്കഴിഞ്ഞാൽ അത്ര വേഗമൊന്നും നോക്കാൻ കഴിയില്ല. വള്ളികൾ നേരെ മുകളിലോട്ട് പോയതെല്ലാം നോക്കാം. അത് ഈല് വള്ളിയേ ഇല്ല. വള്ളി അത് ആടെ പോയിട്ട് ഞേലുന്നെല്ലാം കാണുന്നുണ്ട്. മരങ്ങളെ തമ്മിൽ കെട്ടുന്നതെല്ലാം കെട്ടുപിടിഞ്ഞ് കിടക്കുന്ന വള്ളികളൊക്കെ നോക്കുക. ഇപ്പുറത്തുനിന്ന് ഒരു വള്ളി അത് അങ്ങോട്ട് പോയിട്ട് അപ്പുറത്തെ മരത്തിൽ അല്ലേ. ഇതിലത്തെ വള്ളി അത് അങ്ങോട്ട് പോയിട്ടുണ്ടെന്നല്ല, അത് അവിടെ എല്ലാം മരങ്ങളൊന്നും. എന്തൊരു ഭംഗിയല്ലേ. ആകാശം മാത്രം, ഈ ആകാശത്തേക്ക് നോക്കുമ്പോഴുള്ള ഇത് മാത്രം ഒരു ചിത്രകാരന്റെ ഭാവനയിലൊന്ന് കണ്ടു. എന്താ പറഞ്ഞു പോയത്? ചിത്രകാരന്റെ ഭാവനയിലൊന്ന് കണ്ടു നോക്കി. എന്ത് രസമായിരിക്കും അല്ലേ. ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം പോയിട്ടാ ചിത്രകാരന്മാർ വരക്കുന്നത്. അല്ലാതെ ഇങ്ങനെ തോന്നിയ പോലെ വരക്കണമെന്നല്ല. അവർ കണ്ട ചില കാഴ്ചകളാണ് വരക്കുന്നത്. നല്ല രസമാണ്. കാട്ടിലേക്ക് പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ മുകളിലോട്ടൊന്ന് നോക്കണം. സൈലന്റ് വാലിയുടെ അങ്ങപ്പുറത്ത് കുന്തിപ്പുഴയുടെ ഭാഗത്തു നിന്നെല്ലാം ഒന്ന് നോക്കണം നിങ്ങൾ. അയ്യോ, മുകളിൽ കാണില്ല. പൊന്മുടിയിൽ കയറി നോക്കണം. അവിടെ ഇങ്ങനെയുള്ള മരക്കൂട്ടമല്ല, വേറൊരു തരത്തിലാണ്. അത് വേറൊരു സൗന്ദര്യമാണ്. ഇനിയിപ്പുറം കോട്ടഞ്ചേരി പോയാൽ വേറൊരു സൗന്ദര്യം കിട്ടും. കേരളത്തിൽ ഏത് കാടുകളിൽ പോയാലും ഓരോ കാട്ടിലും ഓരോ സൗന്ദര്യം. അപ്പോൾ ആ കാടുകളിൽ പോയിട്ട് മരങ്ങളെയാണ് ആദ്യം കാണേണ്ടത്. നല്ല കുട്ടികൾ ഒരുപാടുണ്ട്. കാരണം വീണ്ടും വീണ്ടും അത്തരം കാര്യങ്ങൾ അറിയണമെന്ന്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ടല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ മരം എന്ത് ചെയ്യുന്നറിയാം, മുകളിൽ വെച്ചിട്ട് അവിടുന്ന് ആഹാരം ഉണ്ടാക്കും. ആ ആഹാരം ഉണ്ടാക്കിയതും ഞാൻ നേരത്തെ പറഞ്ഞ പക്ഷികൾക്കും തുമ്പികൾക്കും പ്രാണികൾക്കും ഒക്കെ കൊടുത്ത ആഹാരം ആ സൂര്യനാണ് കാണുന്നത്. ആ സൂര്യൻ ആഹാരമായിട്ട് അത് നീലീശ്വരം പുഴയും അറിയാലോ. നീലീശ്വരം നേടുന്നുണ്ട്. ചെറുവത്തൂരെത്തുമ്പോൾ ഒരു കാര്യംകോട് പുഴയും, പയ്യന്നൂരേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു കൗവായി പുഴയും, ഒരു പെരുമ്പ പുഴയും, ഒരു പഴയങ്ങാടി പുഴയുമായി 5 പുഴകൾ, വലിയ പുഴകൾ സംഗമിക്കുന്ന ഒരു കൗവായി കായലുണ്ട് ഇവരുടെ കിഴക്ക് ഭാഗത്ത്. അത് കേരളത്തിലെ വലുപ്പത്തിൽ 3-ാം സ്ഥാനമുള്ള കായൽ. അങ്ങനെ വലുപ്പത്തിൽ 3-ാം സ്ഥാനമുള്ള ഒരു കായലിന്റെ ഓളങ്ങൾ എന്നും അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീരത്താണ് ഇവരുടെ വാസം. വളരെയേറെ പ്രത്യേകതയുണ്ട്. അവിടെ നിന്നും കടലിലൂടെ ഒരു ചെറിയ പോലല്ലേ ഇപ്പൊ വീടിട്ടില്ലേ. സമരം നടക്കുന്ന സമയത്ത് ദേവാസുര യുദ്ധത്തില് ഒരു അസുരനെ കൊന്ന, ദാരികവധ അല്ല, വേറൊരു അസുരനെ കൊന്ന നല്ലൊരു കഥയുണ്ട്. ആ കഥയില് കുറിച്യക്കാർക്ക് കണ്ണൂര് വന്നത് ഇങ്ങനെയല്ല. കണ്ണ് ആ മനുഷ്യനെ എഴുതി വീഴ്ത്തുമ്പോൾ കണ്ണ് ചെന്ന് പതിച്ച സ്ഥലത്തെയാണ് കണ്ണൂര് എന്ന് അവർ പറയും. അവിടെ
കഥകൾ നല്ല രസമുണ്ട്, ഓരോന്നിനും നല്ല കഥയുണ്ട്. ഇവരുടെ ഈ പിന്നെ പടന്നക്കടപ്പുറംകാരുടെ തൊട്ട് കിഴക്ക് ഭാഗത്തെ കൗവായി കായലിൽ ഒരുപാട് ചെറിയ ദ്വീപുകളുണ്ട്. ആ ദ്വീപുകളൊക്കെ ഓരോ ദേവിയുടെ കാൽപ്പാടുകളായിട്ടാണ് കഥകളുള്ളത്. പിന്നെ ചിലപ്പോ എന്താണ് ഫെയർ ആൻഡ് ലവ്ലി തേക്കണം, നമ്മളെപ്പോഴും തെറ്റ് ചെയ്യുന്നതുകൊണ്ട് ശരി കാണാൻ പറ്റില്ല. ഫെയർ ആൻഡ് ലവ്ലി കേൾക്കുമ്പോൾ ഒരാൾക്ക് എന്തായാലും തെറ്റെന്ന് പറയുന്നത്. ഫെയർ ആൻഡ് ലവ്ലി എങ്ങനെ ഉണ്ടാക്കുന്നത് അറിയാം, നല്ല രസമാണ്. എങ്ങനെ ഉണ്ടാക്കുക? പണ്ടെങ്ങനെ ഉണ്ടാക്കുക അറിയാം. ഈ ബീഫ് എന്നെല്ലാം കേട്ടില്ലേ, ആ പോത്തിന്റെ ഒക്കെ വെള്ളമുണ്ട് കണ്ടുപിടിച്ചു. എവിടെയൊക്കെ ഒരു നാട്ടിലേക്ക് കുന്നിന്റെ പുറത്തേക്ക് കയറുമ്പോൾ അവർ നോക്കും, കാഞ്ഞിരം ഉണ്ടോ? കാഞ്ഞിരം ഉണ്ട്. പാലയുണ്ടോ? ഉണ്ട്. കാഞ്ഞിരവും പാലയും ഉണ്ടെങ്കിൽ ഈ നാട് നല്ലതാണ്. കാഞ്ഞിരത്തിനും പാലയ്ക്കും ഈ മണ്ണിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതില് 4000-ഓളം ഘടകങ്ങളുണ്ട്. ഉയരമുള്ള ഏതോ ഒരു മരം അല്ലേ, ആ ഉയരമുള്ള മരം ഉയരും തോറും വലുതാവും തോറും ഇല ചെറുതാണ്. ഉയരും തോറും നമ്മൾ ചെറുതായി 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 തോന്നും. ഒന്നും ഇല്ലാത്ത ആൾ വിചാരിക്കും ഞാൻ ആ ലോകത്തെല്ലാം അറിയുന്നു അല്ലേ. അങ്ങനെയുണ്ട്. മുറിവൈദ്യൻ ആളെ കൊല്ലുന്നെല്ലാം പറയുന്നേക്കുന്നുണ്ട്. അതുപോലെ ചിലവർക്ക് അങ്ങനെയുണ്ട്, ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര അഹങ്കാരമായിരിക്കും. പക്ഷേ ഈ മരത്തെ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും, ഏറ്റവും ഉയരത്തിൽ എത്തുന്തോറും ഇലയൊക്കെ ചെറുതായിട്ട് ഞാൻ വളരെ കുഞ്ഞാവുന്നോ, എനിക്കൊന്നും അറിയുന്നില്ലയോ എന്ന് തോന്നിക്കൊണ്ടേയിരിക്കും.